വിഷയങ്ങളും നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഒരു മദ്യാസക്തൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണെങ്കിലും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്കൊക്കെ ആണെങ്കിലും ഇതെപ്പോഴും പ്രാധാന്യമുള്ളതെന്ന് തന്നെയാണെന്ന് നമുക്കറിയാം. എങ്കിൽ ഈ ചില ചില കാര്യങ്ങൾ നമ്മൾ ഈ പ്രയോറിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ മുൻഗണനാക്രമം എടുത്തു നോക്കുമ്പോൾ അതിൽ മുൻപ് നമ്മൾ പറഞ്ഞു പോയ ഇപ്പം ഞാനൊരിക്കൽ നമ്മുടെ ഈ ദൈനംദിന വിലയിരുത്തലിനെ കുറിച്ച് ഡെയിലി ഇൻവെന്ററിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ശരിക്കും അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുകയും ജീവിതത്തിൽ അനുഭവപ്പെടുകയും ചെയ്തുകൊണ്ടായിരുന്നു അത് അന്നൊരു വിഷയമായിട്ട് തിരഞ്ഞെടുത്തിരുന്നത്. അപ്പം നമ്മുടെ ആ വളർച്ചയിലും പുരോഗതിയിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ദൈനംദിന വിലയിരുത്തൽ. കൃത്യമായിട്ടും ഓരോ ദിവസവും എടുത്ത് നമ്മളെ വ്യക്തിപരമായിട്ടും അന്നത്തെ ദിവസത്തെ സംബന്ധിച്ചും നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചും ഒക്കെ ആ 24 മണിക്കൂറിനെ നമ്മൾ ശരിയായ രീതിയിലുള്ള സത്യസന്ധമായ ഒരു വിലയിരുത്തലിലൂടെ നമുക്ക് ഒരുപാട് വളർച്ചയും പുരോഗതിയും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കൂട്ടായ്മ പറഞ്ഞതനുസരിച്ച് അതിൽ കുറേയൊക്കെ ചെയ്തു നോക്കിയപ്പോൾ അല്ലെ പാലിച്ചപ്പോൾ അതിൻ്റെ ഒരു മാറ്റം അനുഭവിച്ച ഒരാളെന്നുള്ള നിലയ്ക്കാണ് അന്ന് അത് പറഞ്ഞത്. അതേ പ്രാധാന്യമുള്ള മറ്റൊന്ന് തന്നെയാണ് ഈ ഇരട്ട വ്യക്തിത്വം. അതിനെക്കുറിച്ച് ചില ഷെയറിങ്ങുകളിലൊക്കെ ഞാനത് ചെറുതായിട്ടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എനിക്കത് തോന്നിയിട്ടുണ്ട്. നമ്മുടെ വളർച്ചയിൽ, നമ്മുടെ പുരോഗതിയിൽ, നമ്മുടെ മനോഭാവത്തിലുള്ള മാറ്റത്തിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിലുള്ള ഇരട്ട വ്യക്തിത്വത്തെ തിരിച്ചറിയുക എന്നുള്ളത്, ആ ഡ്യുവൽ പേഴ്സണാലിറ്റിയെ തിരിച്ചറിയുക എന്നുള്ളത്. അപ്പം ആദ്യമേ നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംശയം, അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടോ? ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി അല്ലെ ഇരട്ട വ്യക്തിത്വം എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം ഉണ്ടോ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവാം. യഥാർത്ഥത്തിലും ഉണ്ട്. അത് മദ്യാസക്തി മാത്രമല്ല, അത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലും, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവരിലും ഇരട്ട വ്യക്തിത്വം നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് മുൻപ് ഞാൻ സൂചിപ്പിച്ചു പോയിട്ടുള്ളതാണ്. ഞാൻ ആദ്യമായിട്ട് ഈ വാക്ക് കേൾക്കുന്ന അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്ന് എന്നോട് ആദ്യം പറയുന്നത് ഞാൻ എൻ്റെ കോളേജ് പഠനകാലത്ത് എൻ്റെ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു. അപ്പം അന്ന് ഈ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ കുറച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്ന കാലം 10-30 വർഷത്തിനപ്പുറമാണ്. അങ്ങ് ഉള്ള സമയത്ത് പലപ്പോഴും ക്ലാസ്സിൽ നിന്ന് പുറത്താവുകയും സസ്പെൻഡ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യപ്പെട്ട സാഹചര്യങ്ങളുണ്ടായി. പലപ്പോഴും രക്ഷകർത്താവിനെ, അച്ഛനെ വിളിച്ചുകൊണ്ട് വരേണ്ട സാഹചര്യം വന്നു. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇത് ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇനി എന്തായാലും ഞാൻ അങ്ങോട്ട് വരികയില്ല, അതുകൊണ്ട് നീ അവിടെ എന്താണെന്ന് കാണിക്കുന്നുള്ള നിലയ്ക്ക് പറഞ്ഞു. അവൻ ക്ലാസ്സിൽ നിന്ന് വെളിയിലാണ്. ഒരു 2-3 ദിവസം കൂടി പുറത്തോടെയൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പ്രിൻസിപ്പലിനെ പോയി കണ്ടു. ഒരു വൈദികനായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത് അച്ഛൻ വരികയില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ നഷ്ടപ്പെടുകയാണ്, എനിക്ക് ക്ലാസ്സിൽ കാരണം. പുള്ളി അന്നേരം പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നിനക്കൊക്കെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ്, ഇവിടെ ഒരു വ്യക്തിത്വം, വീട്ടിൽ വേറൊരു വ്യക്തിത്വം, അതുകൊണ്ടാണ് നിന്റെ തന്ത അങ്ങോട്ട് വരാൻ മടിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത് അദ്ദേഹം വന്നിട്ട് അതിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഉപദേശിച്ചിട്ട് ഞാനത് എടുക്കുകയും ചെയ്തു. ഞാനത് അത്ര വലിയ ഗൗരവമായിട്ട് എടുക്കുകയോ ഇതിന്റെ വലിയ ആന്തരികമായിട്ടുള്ള അർത്ഥത്തെക്കുറിച്ച് ഒന്നും ചിന്തിച്ചു പോയിട്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ട് കേട്ടത് അതായിരുന്നു. പിന്നീട് ആൽക്കഹോളിക്സ് അനോണിമസിന് മുമ്പ് തന്നെ ഞാൻ ഈ ജി കൃഷ്ണമൂർത്തിയുടെ ഒരു പുസ്തകത്തിൽ, ജീവിത പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് കുറെ നന്നായിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഈ ഡ്യുവൽ പേഴ്സണാലിറ്റിയെ കുറിച്ച് അത് ഏതൊക്കെ രീതിയിലാണ് നമ്മളിൽ ജീവിതത്തെ സ്വാധീനിക്കുന്നത്, എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് കുറച്ചൊന്ന് വ്യക്തത വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ കൂട്ടായ്മയിൽ എത്തിയിട്ട് നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ മദ്യാസക്തൻ ഒരു ഇരട്ട വ്യക്തിത്വം നയിക്കുന്നവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ഉണ്ടോ എന്നൊരു സംശയത്തിന്റെ പോലും ആവശ്യമില്ലായിരുന്നു. കാരണം അങ്ങനെ ഒരെണ്ണം ഉണ്ട്, അത് എന്നിൽ നന്നായിട്ടുണ്ട് എന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്വയം തിരിച്ചറിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ ഇരട്ട വ്യക്തിത്വത്തിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. അതല്ലെങ്കിൽ എല്ലാവരിലും അത് നിലനിൽക്കുന്നുമുണ്ട്. ഇനി ഈ വ്യക്തിത്വം ഒരിക്കലും ഒരു നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു വ്യക്തിത്വമല്ല നമ്മുടെ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ എന്താണോ അത് പുറമേ ഞാൻ കാണിക്കുന്നു, അല്ലെ പുറം ലോകം കാണുന്നു. അതല്ലാതെ മറ്റൊരു സുനിൽ, മറ്റൊരു വ്യക്തി, മറ്റൊരു വ്യക്തിത്വം എൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ സുരക്ഷിതമായിട്ട് ഞാനത് താലോലിച്ച് സംരക്ഷിച്ച് ആ വ്യക്തിത്വത്തെ അവിടെ നിലനിർത്തുന്നുണ്ട്.
ആ വ്യക്തിയും അല്ലെ ആ വ്യക്തിത്വം രണ്ടാമതൊരാൾ അറിയാൻ പാടില്ലാത്ത ഒരുപാട് ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ട്, ഒരുപാട് പ്രവർത്തികളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു സത്യം. എന്നെ സംബന്ധിച്ചിടത്തോളം 100% സത്യമായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ മദ്യപാനത്തിന്റെ കാര്യം ഒന്ന് എടുത്തു നോക്കാം. മദ്യപാനം എന്ന് പറയുന്നത് എത്ര വഷളായ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ എത്തിപ്പെട്ടത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ അത് നമ്മളെ മാത്രം ബാധിക്കുന്ന ഒന്നായിരുന്നെങ്കിൽ, നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നായിരുന്നെങ്കിൽ, അത് നമ്മളിൽ തന്നെ ആ വഷളായ അവസ്ഥയും ഒരു രഹസ്യ സ്വഭാവത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുമായിരുന്നുവെങ്കിൽ നമ്മളിൽ ആരെങ്കിലും ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാകുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പൊ ഇത് നമ്മുടെ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൽ ഭാര്യ, മക്കൾ, കുടുംബത്തിലുള്ളവര്, അല്ലെങ്കിൽ ബന്ധുജനങ്ങള്, സഹോദരങ്ങള്, അല്ലെങ്കിൽ സമൂഹം, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് വിവിധ തലങ്ങളിലേക്ക് നമ്മുടെ കുടിയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വ്യാപിച്ചു തുടങ്ങിയപ്പോൾ, അവർക്കത് ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ, അവർക്ക് സഹിക്കാവുന്നതിനപ്പുറമായി കഴിഞ്ഞപ്പോൾ, നമ്മളിലുള്ള ചില സമ്മർദ്ദങ്ങളും പ്രേരണയുമാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് പ്രധാനമായും കാരണമായിട്ടുള്ളത്. ഇത് രണ്ടാമതൊരാളെ ബാധിക്കുകയോ രണ്ടാമതൊരാളെ അറിയുകയോ ചെയ്യുന്നില്ലെങ്കിൽ എത്ര വഷളായിരുന്നെങ്കിൽ പോലും നമ്മൾ നിർത്തുമായിരുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഇരട്ട വ്യക്തിത്വത്തിന്റെ കാര്യം. അപ്പോൾ ഈ കുടിയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുന്നു. കുടിയിൽ നിന്ന് മാറി നിൽക്കുകയും പഴയ ജീവിതം തുടരുകയും ചെയ്താൽ, പഴയ ജീവിതം തുടരുക എന്ന് പറഞ്ഞാൽ പഴയ മാനസികാവസ്ഥയും പഴയ ചിന്താഗതിയും പഴയ ജീവിത രീതികളും തുടരുകയും ചെയ്താൽ അതുണ്ടാക്കുന്ന അപകടം എന്ന് പറയുന്നത് ചെറുതല്ല. അത് മദ്യപാനത്തിൽ നിന്നുണ്ടാക്കിയിരിക്കുന്ന ആഘാതമോ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയോ പോലെ ആയിരിക്കില്ല മറ്റ് കാര്യങ്ങൾ. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന ആ വ്യക്തി കൈകാര്യം ചെയ്യുന്ന ചിന്തയും അതുപോലെ തന്നെ പ്രവൃത്തിയും എല്ലാം ഒരുപാട് ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇതിൻ്റെ അകത്ത് കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നു, പഴയ ചിന്താഗതിയായിട്ട് പോകുന്നു, പഴയ ജീവിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് പുറം ലോകം അറിയാത്ത ഒരു വ്യക്തിയെ അല്ലെ ഒരു വ്യക്തിത്വത്തെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതിന്റെ കാര്യം എന്താണ്? ആ വ്യക്തിത്വം വളരെ രഹസ്യ സ്വഭാവമുള്ള പല കാര്യങ്ങളിലും ഏർപ്പെടുന്നുണ്ട്, അല്ലെ ഏർപ്പെട്ടിട്ടുണ്ട്, ഏർപ്പെടുന്നുണ്ട്. കുടിയിൽ നിന്ന് മാറി നിന്നിട്ടും നമ്മളത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ കുടിയിൽ നിന്നുള്ള മാറി നിൽക്കലിനെ, അല്ലെ നമ്മൾ പറയുന്ന ആ സുബോധാവസ്ഥയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് കുടി എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഘടകം മാത്രമേ ഉള്ളൂ. ജീവിതം അനിയന്ത്രിതമായി പോയതിനുള്ള മറ്റ് കാരണങ്ങളാണ് നമ്മുടെ ജീവിതം ഇതേ രീതിയിൽ താറുമാറാകുന്നതിൻ്റെ ഉള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പം കുടി അതിനെയെല്ലാം, അതായത് മുൻപ് കുടിയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ജന്മവൈകല്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ കുടിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിൽ നിലനിന്ന ഒരുപാട് ദൗർബല്യങ്ങൾ, അതുപോലെ തന്നെ സ്വഭാവ ദൂഷ്യങ്ങൾ, ഇതൊന്നും കുടി കൊണ്ടുണ്ടായതല്ല. അതിൻ്റെയൊക്കെ ആ ശക്തി കൂടുകയോ അല്ലെ വേഗത വർദ്ധിക്കുകയോ ചെയ്യുന്നതിന് കുടി ഒരു കാരണമായി എന്നതിനല്ലാതെ ഇതൊന്നും കുടി കൊണ്ടുണ്ടായതല്ല. അപ്പം കുടിയിൽ നിന്ന് മാറി നിൽക്കുകയും അങ്ങനെ ബാല്യ കൗമാര കാലങ്ങളിൽ നമ്മളിലേക്ക് കടന്നുകൂടിയ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അല്ലെങ്കിൽ പാടില്ലാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, വ്യക്തിത്വമുള്ള ഒരാളെന്നുള്ള നിലയിൽ ചിന്തിക്കാൻ പാടില്ലാത്ത ചിന്തകളും പ്രവർത്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളിലൂടെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയാൽ അത് നമ്മുടെ ദീർഘകാല സുബോധാവസ്ഥയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നാണ് പറയുന്നത്. പറയുന്നതല്ല, അത് നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇരട്ട വ്യക്തിത്വം നമ്മളതിൻ്റെ അകത്ത് സൂക്ഷിക്കുകയും അതിനെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ആ ഒരു വ്യക്തി അല്ലെങ്കിൽ പുറംലോകം അറിയാത്ത, രണ്ടാമതൊരാൾ അറിയാത്ത, എന്ന് പറഞ്ഞ വർഷങ്ങളോളം കൂടെ കഴിഞ്ഞ ഭാര്യയോ അല്ലെങ്കിൽ മറ്റൊരാളോ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊരാൾ അറിയാത്ത അത്തൊരു ഉള്ള ഒരു വ്യക്തിത്വം നമ്മൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മറ്റാരും അറിയാതെ, മറ്റാരും അറിയുന്നില്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തിത്വം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ
ഈ സ്ത്രീ വിഷയത്തിൽ ഈ പടികളൊക്കെ ചെയ്യുന്നതിന് ആളുകൾ വിമുഖത കാണിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും അതിൻ്റെ അകത്ത് പലരും ആയിട്ട് സംസാരിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ ഉള്ള ആ ഒരു ഏറ്റുപറച്ചിലും വെളിപ്പെടുത്തലും പലരും ഭയപ്പെടുകയോ മടിക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4-ാം പടിയൊക്കെ ചെയ്യുന്നതിന്, 4ഉം 5ഉം പടികളൊക്കെ ചെയ്യുന്നതിന് പലരും അതിന്റെ വിമുഖത കാണിക്കുന്നു പറയുന്നുണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഞാൻ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾക്കിടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. നമ്മളതിൻ്റെ അകത്ത് പലപ്പോഴും ഞാൻ അതിൻ്റെ അകത്ത് ഷെയർ ചെയ്ത് പോയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മറ്റാരും അറിയാതെ ഏതെങ്കിലും തരത്തിലുള്ളൊരു നിയമത്തിന് മുമ്പിൽ ശിക്ഷയ്ക്ക് വിധേയമാകാൻ സാധ്യതയുള്ള ഒരു കൊലപാതക കുറ്റം ചെയ്തിരിക്കുന്നവരോ അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റം ചെയ്തിരിക്കുന്നവരോ കൂടുതലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് അതിൻ്റെ അകത്ത് പലപ്പോഴും ഈ രഹസ്യ സ്വഭാവം നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഈ മദ്യത്തിൽ നിന്ന് നമ്മൾ പിടിവിട്ടെങ്കിലും അല്ലെങ്കിൽ അതിനെ അങ്ങ് മാറ്റി നിർത്തിയെങ്കിലും മറ്റു കാര്യങ്ങൾ അതേ അത്ര എളുപ്പത്തിൽ നമ്മൾ അതിൻ്റെ അകത്ത് പിടിവിടാൻ തയ്യാറാവുകയില്ല. അവിടെയാണ് നമ്മുടെ ആ ഇരട്ട വ്യക്തിത്വത്തിന്റെ ആ ഒരു ശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മൾ നമ്മുടെ ഉള്ളിനുള്ളിൽ സൂക്ഷിക്കുന്നതിന്റെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. അപ്പം മറ്റുള്ള കാര്യങ്ങൾ നമ്മളതിൻ്റെ അകത്ത് അങ്ങ് എത്ര എളുപ്പത്തിൽ, അല്ലെങ്കിൽ അത് ഏത് തരത്തിലുള്ള കാര്യമാണോ അതിൽ നിന്നുള്ള നമ്മൾ അനുഭവിച്ച് ആ സന്തോഷമോ സുഖമോ താൽക്കാലികമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളോ ഒക്കെ നമ്മൾ ഒരു നിമിഷം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും നമ്മൾ തിരിഞ്ഞ് അതിൻ്റെ അകത്ത് വിട്ടുകളയാൻ നമ്മൾ തയ്യാറാകാത്തതിന് കാരണം നമ്മൾ ഈ ചെയ്ത് നമ്മുടെ അത്തരത്തിലുള്ള ചിന്തയോ പ്രവൃത്തിയോ രണ്ടാമതൊരാൾ അറിയുന്നില്ല എന്നുള്ള ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഇരട്ട വ്യക്തിത്വത്തെ വളരെ ശക്തമായിട്ട് നമ്മൾ നിലനിൽക്കുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ കൂട്ടായ്മ പറയുന്നത് നമ്മുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒറ്റയ്ക്ക് ഇതിനെയൊന്നും നമുക്ക് നേരിടാനോ പരിഹരിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരു കൂട്ടായ്മയും ആ കൂട്ടായ്മയുടെ മനസാക്ഷി എന്ന് പറയുന്ന നമ്മളെക്കാൾ വലിയൊരു ശക്തി, ഈ നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലുള്ള നമ്മുടെ വിശ്വാസം അത് എത്രമാത്രം ഉണ്ട്, അത് എത്രമാത്രം ശക്തമാണ് എന്നതിനെ അനുസരിച്ചിരിക്കും നമ്മളിൽ നിൽക്കുന്ന ഈ ഇരട്ട വ്യക്തിത്വത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് എൻ്റെ ഒരു സംശയത്തിന്റെ കാര്യമില്ലായിരുന്നു. അത് എത്രത്തോളം വലിപ്പം ഉണ്ടായെന്നുള്ളത് ആദ്യകാലത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ ഈ മുൻഗണനാ ക്രമത്തിൽ ഏറ്റവും പ്രശ്നമുള്ളതിനെ ആദ്യം പരിഹരിക്കാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഇരട്ട വ്യക്തിത്വം വളരെ അപകടകരമായിട്ട് നിലനിൽക്കുന്നു എന്ന് എനിക്കിന്ന് മനസ്സിലാവുകയും അതിന്റെ വലിപ്പം നല്ല രീതിയിൽ ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞാൽ ഒരൊറ്റ ദിവസം കൊണ്ട് മദ്യത്തെ അങ്ങോട്ട് മാറ്റി നിർത്തിയതുപോലെ ഒറ്റ ദിവസം കൊണ്ട് അതിനെ മാറ്റി നിർത്താൻ ഞാൻ പലതിനെയും മാറ്റി നിർത്താൻ തയ്യാറായില്ല. അതിൽ പിടിമുറുക്കിക്കൊണ്ടിരുന്നു. മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും പഴയ ജീവിതത്തിലെ പല കാര്യങ്ങളും വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അതെന്റെ ആ ഇരട്ട വ്യക്തിത്വത്തിന്റെ എന്ന് പറഞ്ഞാൽ മറ്റാരും അറിയുന്നില്ല എന്നുള്ള എൻ്റെ ആ ഒരു ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള താൽക്കാലികവും ഭൗതികവുമായിട്ടുള്ള സുഖങ്ങൾക്ക് വേണ്ടി അതിനെയൊക്കെ എയിൽ എത്തിയതിന് ശേഷവും ഞാൻ പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അത് അതേ പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിനെക്കുറിച്ച് മുൻപൊരിക്കലും ഞാൻ അതിൻ്റെ അകത്ത് മീറ്റിങ്ങിൽ അതിൻ്റെ അകത്ത് ഷെയർ ചെയ്തിട്ടുള്ളതുകൊണ്ടോ ഞാനത് ആവർത്തിക്കുന്നില്ല. പക്ഷെ വേറെ പശ്ചാത്തല ആദ്യകാലത്ത് എയിൽ എത്തിയതിന് ശേഷവും ഇത് തുടർന്നു എങ്കിലും നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലുള്ള ആ വിശ്വാസം പതുക്കെ തുടങ്ങുകയും അത് ശക്തി പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നിലുള്ള ഈ ഇരട്ട വ്യക്തിത്വം എനിക്ക് തലവേദന ഉണ്ടാക്കി തുടങ്ങി, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ എനിക്ക് മാനസിക വിഷമം ഉണ്ടാക്കി തുടങ്ങി, എനിക്ക് മനസാക്ഷി കുത്തുണ്ടാക്കി തുടങ്ങി എന്നുള്ളതാണ് സത്യം. ഇത് രണ്ടാമതൊരാള് അറിയുന്നില്ല. എന്നിലുള്ള ആ ഇരട്ട വ്യക്തിത്വത്തെക്കുറിച്ചോ ആ വ്യക്തിത്വത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തയെക്കുറിച്ച് രണ്ടാമതൊരാൾ അറിയുന്നില്ല എന്നുള്ള ഒറ്റ കാര്യം വെച്ചുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും കാലം അതിനെ താലോലിച്ചിരുന്നതും വളർത്തിയിരുന്നതും എങ്കിൽ എന്നേക്കാൾ വലിയൊരു ശക്തി അല്ലെ നമ്മളെക്കാൾ വലിയ ശക്തിയിലുള്ള വിശ്വാസം തുടങ്ങി അത് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്തയും എൻ്റെ പ്രവൃത്തിയും ഒരുപക്ഷെ എൻ്റെ ഭാര്യയോ എൻ്റെ കുടുംബാംഗങ്ങളോ അല്ലെങ്കിൽ രണ്ടാമതൊരു വ്യക്തിയോ അറിയുന്നില്ലായിരിക്കും, പക്ഷെ ആ ശക്തി അറിയുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ മനസ്സിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചിന്ത ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു മദ്യാസക്തൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ നമ്മളൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, സമാധാനത്തോടെ പോകണമെന്നൊരാളെന്നുള്ള നിലയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ആ ചിന്തിച്ച കാര്യം ഞാൻ അതിൻ്റെ അകത്ത് ഇനി അത് തുടരാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആ ചിന്ത, ആ തെറ്റായ ചിന്ത, വൈകല്യമുള്ള ചിന്ത, ദൗർബല്യമുള്ള ചിന്ത,
അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ വാസനകളുടെ ഭാഗമായിട്ടുള്ള ആ ചിന്തകൾ, അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുമ്പോൾ തന്നെ, ആ ചിന്ത നമ്മളിൽ വരുമ്പോൾ തന്നെ, അത് നമ്മളെക്കാൾ വലിയൊരു ശക്തി അറിയുന്നു. നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ആ ചിന്ത ആ വലിയ ശക്തി അറിയുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ്, അതനുസരിച്ചുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ അത് മറ്റാരും അറിഞ്ഞില്ലെങ്കിൽ പോലും ആ വലിയ ശക്തി അറിയുന്നു എന്നുള്ള തിരിച്ചറിവ് എനിക്ക് പതുക്കെ പതുക്കെ പ്രശ്നം ഉണ്ടാക്കി തുടങ്ങി, സമാധാനക്കേട് ഉണ്ടാക്കി തുടങ്ങി. അത് ശരിക്കും ഒരു മനസാക്ഷി കുത്തിന്റെ പ്രശ്നമായിട്ട് വന്നു. അപ്പം ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളത് തന്നെ എയിലെത്തി ഒരു 2, 3, 4 വർഷമൊക്കെ ആയിട്ടും മനസ്സൊന്നും വലിയ സ്വസ്ഥതയിലേക്കൊന്നും വന്നില്ല. ഒരുവിധമൊക്കെ ഒന്ന് ഒതുങ്ങിയെങ്കിൽ പോലും അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ശരിയായ ഒരു 3-4 വർഷമായിട്ട് കുടിയിൽ നിന്ന് മാറി നിന്നിട്ട് പോലും, ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ചെയ്തിട്ട് പോലും, ചില തത്വങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ട് പോലും, കൂടുതൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിച്ച് അതൊക്കെ കുറേയൊക്കെ പരിഹരിക്കപ്പെട്ടിട്ട് പോലും മനസ്സിന് ഒരു സമാധാനവും അല്ലെങ്കിൽ ആ അസ്വസ്ഥതയും ഒന്നും മാറി കിട്ടുന്നില്ല. എന്തുകൊണ്ടെന്നുള്ള ചിന്തയിൽ ശക്തമായിട്ട് പിടിമുറുക്കി കഴിഞ്ഞപ്പോഴാണ് എന്നിലുള്ള ഈ ഇരട്ട വ്യക്തിത്വത്തിന്റെ ആ ഒരു വലിയ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അങ്ങനെ അതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പതുക്കെ പതുക്കെ മനസ്സാക്ഷി കുത്തായി. ഇത് 2 രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 2 വെള്ളത്തെ കാലും എന്നുള്ള പരിപാടി അത് ജീവിതത്തിൽ നടക്കുകയായിരുന്നെങ്കിൽ, എൻ്റെ ഈ ഉള്ളിലുള്ള വ്യക്തിത്വത്തെ പതുക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഞാൻ എന്താണോ പുറമേ കാണുന്ന, അല്ലെ പുറം ലോകം അറിയുന്ന, മറ്റുള്ളവർക്ക് അറിയാവുന്ന സുനിൽ ആരാണോ അത് മാത്രമായിരിക്കണം എൻ്റെ ഉള്ളിലും ഉള്ളതെന്ന്. അതല്ല എങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും, ഏത് രീതിയിൽ ചിന്തിച്ചാലും അതെല്ലാം വലിയൊരു ശക്തി അറിയുകയും ചെയ്യുമെന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് ഇതിൽ നിന്നും മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകുന്നതിന് എന്നെ വളരെയധികം സഹായിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നമ്മുടെ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രശാന്തത, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒക്കെയാണ്, അപ്പോഴൊക്കെയാണ് ഞാനത് ആ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളും ഒക്കെ എടുത്ത് കൂടുതൽ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ നമ്മുടെ സുബോധ ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തില് ആ പ്രശാന്തതയുടെ പ്രാർത്ഥന എന്നുള്ള ആ ഒരു ഭാഗത്ത് ഈ എന്താണ് ഈ പ്രശാന്തത എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആന്തരികമായ സമാധാനത്തോടും ശക്തിയോടും കൂടെ തെളിമയാർന്ന കണ്ണുകളോടെ യഥാർത്ഥ ലോകത്തെ കാണുന്നതാണ് പ്രശാന്തത എന്ന സത്യം. നമ്മുടെ സുബോധ ജീവിതം എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പം ആന്തരികമായ സമാധാനം പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല, ആന്തരികമായ ശക്തി പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല. തെളിമയാർന്ന കണ്ണുകളോടെ, അത്ര എളുപ്പമുള്ള കാര്യമല്ല, യഥാർത്ഥ ലോകത്തെ കാണുന്നതാണ് പ്രശാന്തത എന്ന സത്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ അതിൻ്റെ അകത്ത് മദ്യപിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ നമ്മൾ ഈ വസ്തുതകളെ പലപ്പോഴും അതിൻ്റെ അകത്ത് നമ്മുടേതായ രീതിയിൽ വളച്ചൊടിക്കുകയും ന്യായീകരിക്കുകയും യുക്തിപരമായിട്ട് കാണുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് നമ്മുടേതായ ഭാഗത്തിന്റെ ഒന്നാക്കി മാറ്റുന്നതിന് നമ്മൾ പലപ്പോഴും ശക്തമായ ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ എന്നുള്ളത്, അല്ലെ യഥാർത്ഥ ലോകമെന്നുള്ളത് നമ്മൾ പിന്നീട് തിരിച്ചറിഞ്ഞ് ആ യഥാർത്ഥ ലോകത്തെ ആ യാഥാർത്ഥ്യത്തോടെ, നമ്മുടെ കൂട്ടായ്മ പറയുന്ന പോലെ സാഹചര്യങ്ങളെയും ജീവിതത്തെയും ചുറ്റുപാടുകളെ അത് എന്താണോ അതിന്റെ അവസ്ഥ, അതേ അവസ്ഥയിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിൽ എത്തുമ്പോഴാണ് ആ പ്രശാന്തത കിട്ടുന്നത്. അതിന് ആന്തരികമായ സമാധാനം വേണം, സന്തോഷം വേണം, ശക്തി വേണം, അതുപോലെ തന്നെ തെളിമയാർന്ന കണ്ണുകൾ. ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ ഈ ഒരു പ്രശാന്തതയെക്കുറിച്ചൊക്കെ ചിന്തിച്ച സമയത്താണ് മുൻപ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിൽ ഞാൻ അതിൻ്റെ അകത്ത് ഞാൻ ഈ പറഞ്ഞ GK കൃഷ്ണമൂർത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ഈ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി എടുത്ത് നമ്മുടെ മുഖത്തിന് നേരെ പിടിച്ചിട്ട് ആ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിലെ നമ്മുടെ ആ കണ്ണുകളിലേക്ക് കുറ്റബോധമില്ലാതെ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തലകുനിക്കേണ്ടി വരുന്നില്ലാത്ത, എൻ്റെ മുന്നിൽ, എൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ ഞാൻ തലകുനിക്കേണ്ടി വരുന്നില്ലാത്ത, കുറ്റബോധമില്ലാത്ത ഒരവസ്ഥ എന്നാണോ എനിക്കുണ്ടാവുന്നത്, അങ്ങനെ ഒരു മാനസികാവസ്ഥ എനിക്ക് എന്നാണോ ഉണ്ടാവുന്നത്, അപ്പോൾ മാത്രമേ ഞാനൊരു യഥാർത്ഥത്തിലുള്ള മനുഷ്യനാകുള്ളൂ എന്ന് എൻ്റെ എഴുതിയിട്ടുണ്ട്. അത് സത്യമല്ലാന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൽ ഇപ്പൊ മറ്റാരും അറിയുന്നില്ല, പുറം ലോകം അറിയുന്നില്ല എന്നുകൊണ്ട് എൻ്റെ ചിന്തകളും പ്രവൃത്തികളും അതനുസരിച്ച് ഞാൻ മുന്നോട്ട് കൊണ്ടുപോയി കഴിയുമ്പോൾ ഇതിന്റെ എല്ലാത്തിനും ഉപരിയായിട്ട് ഞാൻ ഈ പുറമേ കാണുന്ന ഞാനല്ല ഞാൻ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാമല്ലോ. മറ്റാരെയും ബോധിപ്പിക്കണ്ടേ, എനിക്കറിയാമല്ലോ ഞാൻ ആരാണെന്നുള്ളത്.
എൻ്റെ ഉള്ളിൽ വേറൊരാളുണ്ട്. എൻ്റെ ഉള്ളിൽ വേറെ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കുറ്റബോധം ഇല്ലാതെ എൻ്റെ ആ പ്രതിബിംബത്തിലേക്ക് എനിക്ക് നോക്കാൻ പറ്റുമോ? പറ്റുകേല. ഇവിടെയും നമ്മൾ ചെയ്യുന്ന ആൽക്കഹോളിക്സ് അനോണിമസ് നമ്മുടെ കൂട്ടായ്മയിൽ ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ. ഇവിടെ സന്തോഷമാണെന്നോ സമാധാനമാണെന്നോ ഒന്നും രണ്ടാമതൊരാളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയോ പറയുന്നതിന് വേണ്ടിയോ ഒന്നുമല്ല നമ്മൾ ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും. മുൻപ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. രണ്ടാമതൊരാൾക്കും അതിൻ്റെ അകത്ത് പങ്കില്ല. അപ്പം നമ്മളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ മാത്രം തീരുമാനിക്കണം. അത് രണ്ടാമതൊരാളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല. അങ്ങനെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ആ സമയം മുതൽ നമ്മൾ തിരിച്ചറിയുന്നു. നമ്മളിലുള്ള ഈ പറയുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇരട്ട വ്യക്തിത്വം ഉണ്ടെങ്കിൽ ആ വ്യക്തിത്വത്തെ നമ്മൾ ഇല്ലാതാക്കുന്നതിന് അല്ലെങ്കിൽ അതും പുറമേ കാണുന്നതും രണ്ടും ഒന്നാകുന്നത് വരെ നമ്മുടെ ഈ പ്രവൃത്തി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യണം. അപ്പൊ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ഈ വലിയ ശക്തിയിലുള്ള വിശ്വാസം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നതിനെ ബേസ് ചെയ്തിരിക്കും ഈ ഈ പറയുന്ന ഈ ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ ആ വലിപ്പവും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വ്യാപ്തിയും എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ അതിർവരമ്പ് നിശ്ചയിച്ചുകൊണ്ട് ലക്ഷ്മണരേഖ നിശ്ചയിച്ചുകൊണ്ട് നമ്മൾ ആ വലിയ ശക്തിയെ ചില കാര്യങ്ങളിൽ ആശ്രയിക്കുകയും ചില കാര്യങ്ങൾക്ക് അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ടും വിട്ടുകളയുകയും ചില കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും നമ്മളോട് ചേർത്ത് നിൽക്കുകയും അല്ലെങ്കിൽ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ആ രണ്ട് തട്ടക്കളി അല്ലെങ്കിൽ അർത്ഥമനസ്സോടെയുള്ള ചില പരിപാടികൾ അല്ലെങ്കിൽ ഈ പറയുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് അതിലൂടെയൊക്കെ വ്യാപരിക്കണം അല്ലെ സഞ്ചരിക്കണം. ഇനി എന്നെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങൾക്ക് മാത്രം ആ ശക്തിയെ കൂട്ടുപിടിക്കുക. അതിന് അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ശക്തിയും നിന്ന് തരികയില്ല. മനുഷ്യസാധ്യമായ ഒരു കാര്യവും ദൈവം ചെയ്തു തരികയെന്നാ പറഞ്ഞിരിക്കണേ. അപ്പൊ എൻ്റെ മനോഭാവത്തിലും ജീവിതത്തിലും ഞാൻ വരുത്തേണ്ടതായ മാറ്റങ്ങൾ കൃത്യമായിട്ടും അതിൻ്റെ അകത്ത് വരുത്താൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ ശക്തിക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കില്ല. അപ്പൊ ആ ശക്തിയിലുള്ള ഒരു വിശ്വാസം വലിയൊരു പ്രശ്നം തന്നെയാണ്. അത് എത്രത്തോളം ഉണ്ടോ ആ വിശ്വാസം നമ്മൾ വളരുന്നതനുസരിച്ച് ശക്തിപ്പെടുന്നതനുസരിച്ച് നമ്മൾ ഈ പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കും. നമ്മുടെ ഒരു ചിന്ത പോലും ആ ശക്തി അറിയുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നും അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കൂടെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഒരിക്കലും ശ്രമിക്കുകയില്ല. പിന്നെ അതിൻ്റെ അകത്തുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പാലിച്ചു പോകേണ്ടതുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒന്ന് സത്യസന്ധത, തുറന്ന മനസ്ഥിതി, സന്നദ്ധത. ഈ 3 കാര്യങ്ങളിൽ സത്യസന്ധത എന്ന് പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്. വളരെ പ്രധാനം. ഈ 3-ൽ ഏറ്റവും പ്രാധാന്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സത്യസന്ധതയാണ്. നമ്മൾ എത്രത്തോളം ജീവിതത്തിൽ നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും സത്യസന്ധത പാലിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ ഇരട്ട വ്യക്തിത്വത്തിന്റെ അവസ്ഥയും. നമ്മൾ സത്യസന്ധമായിട്ട് നമ്മളോട് സത്യസന്ധത പാലിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് മറ്റുള്ളവരെ മറച്ചു വെക്കുന്ന ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് അതിൻ്റെ അകത്ത് പോകേണ്ട കാര്യമില്ല. നമ്മൾ നമ്മളോട് കാണിക്കുന്ന അതേ സത്യസന്ധത മറ്റുള്ളവരോടും. പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ അകത്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കുടിയുടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പുനരുദ്ധാരണം അല്ലെ പുനർനിർമ്മാണം എന്ന് പറയുന്ന പ്രവൃത്തിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യവും സമയവും നൽകേണ്ടതും നമ്മുടെ കുടുംബത്തിലായിരിക്കണമെന്ന് നമ്മുടെ ബിഗ് ബുക്കിലെ പിന്നീടുള്ള കുടുംബം എന്ന് പറയുന്ന അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് പലപ്പോഴും നമ്മൾ അതിൻ്റെ അകത്ത് ഏറ്റവും അധികം എല്ലാ തരത്തിലും ശാരീരികവും മാനസികവുമായിട്ടൊക്കെ ഏറ്റവും അധികം ദ്രോഹിച്ചിട്ടുള്ള ആളും ഭാര്യ തന്നെയായിരിക്കും. ഭാര്യയോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടാവും, സത്യസന്ധതയില്ലായ്മ കാണിച്ചിട്ടുണ്ടായിരിക്കും, ഭാര്യയെ പലതരത്തിലും നമ്മൾ അതിൻ്റെ അകത്ത് തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവഗണിച്ചിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒട്ടും കുറവല്ലാത്ത രീതിയിലുള്ള ഒരു വ്യക്തിത്വവും അവർക്കും ഉണ്ട്. അതിനെയാണ് ഇത്രയും കാലം നമ്മൾ അതിൻ്റെ അകത്ത് കുടിയുടെ പേര് പറഞ്ഞ് ചവിട്ടി മെതിച്ചുകൊണ്ടിരുന്നത്. ആ കുടിയിൽ നിന്ന് മാറി നിന്നിട്ട് വീണ്ടും നമ്മുടെ പഴയ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ തുടരുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയൊരു ദ്രോഹം വീണ്ടും അവരോട് ചെയ്യാനില്ല. അതിനേക്കാൾ വലിയ ഒരു സത്യസന്ധതയില്ലായ്മ മറ്റൊന്നുമില്ല. അതിനേക്കാൾ വലിയൊരു മനസാക്ഷിക്കുത്തുണ്ടാക്കുന്ന മറ്റൊരു പ്രവൃത്തിയുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം
നമ്മളത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിത്വം നമ്മൾ ഇന്ന് അതിൻ്റെ അകത്ത് ഒരുപാട് അകന്നു പോകും, അല്ലെങ്കിൽ ഈ വ്യക്തിത്വത്തെ നമുക്ക് അതിൻ്റെ അകത്ത് ഇല്ലാതാക്കാൻ പറ്റും. പലപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ഈ കുടിയിൽ നിന്ന് മാറി നിൽക്കുകയും മറ്റ് കാര്യങ്ങൾ പഴയ ജീവിത രീതി തുടരുകയും ചെയ്യുക എന്ന് പറയുന്ന ആ കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാവുന്നത്. പക്ഷെ അതിൻ്റെ അകത്തെ ഉള്ള ഒരു അപകടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ആൽക്കഹോളിക്സ് അനോണിമസിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ നമ്മൾ ചോദ്യം ചോദിക്കുന്നു, നമ്മൾ തന്നെ അതിൻ്റെ അകത്ത് ഉത്തരം കണ്ടെത്തുന്നു. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. കുടിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളെയായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ചെറുതോ വലുതുമായിട്ടുള്ള ഏതൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മൾ അതിൻ്റെ അകത്ത് മദ്യത്തെ ആശ്രയിച്ചിരുന്നു. അവിടെ ഒരിക്കലും നമ്മൾ ഈ പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്ത് ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് മദ്യത്തെയായിരുന്നു നമ്മൾ ആശ്രയിച്ചിരുന്നത്, അല്ലെങ്കിൽ അതിലൂടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. എന്നാൽ കുടിയിൽ നിന്ന് മാറി നിന്നു, നമ്മുടെ കൂട്ടായ്മയിലെത്തി. പിന്നീട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതല്ല, ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും പ്രശ്നത്തിലല്ല, അല്ലെ പ്രശ്നങ്ങളെ അല്ല, മറിച്ച് പരിഹാരങ്ങളെയാണ്. ആ പരിഹാരങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിനുമുള്ള പരിഹാരം, എത്ര ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതായത് ലോകത്തിൽ ആദ്യം ഉത്തരം ഉണ്ടായതിന് ശേഷമാണ് ആ ഉത്തരത്തിനോടനുബന്ധിച്ചുള്ള ചോദ്യം ഉണ്ടായെന്ന്. അല്ലാണ്ട് ആദ്യം ചോദ്യമല്ല ഉണ്ടായത്, ഉത്തരമാണെന്ന് പറയുന്നത്. അപ്പം ഏതൊരു കാര്യത്തിലും പരിഹാരമുണ്ട്. ആ പരിഹാരങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, പ്രശ്നങ്ങളിലല്ല. അത് നമ്മൾ ഈ കൂട്ടായ്മയിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ്. അത്തരത്തിൽ പരിഹാരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നിലകൊള്ളുമ്പോൾ നമ്മളിലുള്ള ഈ ഇരട്ട വ്യക്തിത്വത്തെ നമുക്ക് അതിൻ്റെ അകത്ത് പതുക്കെ പതുക്കെ ചെറുതാക്കി കൊണ്ടുവരാൻ പറ്റും, അല്ലെ നമ്മളിൽ നിന്നും ഇല്ലാതാക്കി കളയാൻ അതിനും നമുക്ക് അതിൻ്റെ അകത്ത് സാധ്യമാവും. ഇനി ഈ മറ്റൊരു കാര്യം, എൻ്റെ ഇടയ്ക്ക് ഒരു കോള് കയറി വന്നു, പറ്റിപ്പോയത്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പലപ്പോഴും നമ്മൾ അതിൻ്റെ അകത്ത് ഈ മറ്റുള്ളവരെ അനുകരിക്കാനും മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് പുറകെ പോകാനും ഒക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മുടേതായ ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് മാറി, അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയൊക്കെ നിഴലായിട്ട് നമ്മൾ സഞ്ചരിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ നിഴലായിട്ട് നമുക്ക് നിൽക്കേണ്ടി വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് വ്യക്തിത്വമുള്ള ആളുകൾ തന്നെയാണ്. ആ വ്യക്തിത്വമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തിൻ്റെ അത് എത്തിപ്പെട്ടത് എന്തിനു വേണ്ടി, ഇതിൻ്റെ അകത്ത് നിലനിൽക്കുന്ന എന്തിനു വേണ്ടി എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച്, അപ്പം ഒരിക്കലും നമ്മൾ അതിൻ്റെ അകത്ത് ഈ കൂട്ടായ്മയെ അല്ലെ ആൽക്കഹോളിക്സ് അനോണിമസിനെ നമ്മളോട് ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. മറിച്ച് നമ്മളെല്ലാം എപ്പോഴും ആൽക്കഹോളിക്സ് അനോണിമസിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ഈ നമ്മളോട് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉള്ള ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരുപാട് വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ താല്പര്യങ്ങളനുസരിച്ച് നമ്മുടെ കൂട്ടായ്മയും അതിൻ്റെ തത്വങ്ങളെയും നമ്മുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും വളച്ചൊടിക്കുകയും ചെയ്യും. അതൊന്നും മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യത്തിലോ നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിലോ നമ്മളെ സഹായിക്കുകയില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ബോധ്യപ്പെടുക. അപ്പൊ അങ്ങനെയുള്ളതിന്റെ പകരം നമ്മളോട് ചേർത്ത് പിടിക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതിന്റെ പകരം നമ്മളോട് ചേർത്ത് പിടിക്കുക എന്നുള്ള ആ രീതികളൊക്കെ വന്നു തുടങ്ങിയതിന്, അല്ലെങ്കിൽ ശക്തമായി തുടങ്ങിയപ്പോഴാണ് നമുക്കിപ്പം നമ്മുടെ ഈ കൂട്ടായ്മയിലൊക്കെ അതിൻ്റെ അകത്ത് അത്ര ആശ്വാസകരമല്ലാത്ത ഒരുപാട് പ്രവർത്തികൾ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് കാണേണ്ടി വരുന്നത്. പക്ഷെ അതൊന്നും നമ്മുടെ സുബോധാവസ്ഥയോ നിലനിൽപ്പിനെയോ ഒന്നും ഒരു കാരണവശാലും ബാധിക്കുന്നതല്ലാതെ ബാധിക്കുന്നതാവരുത്. നമ്മളെപ്പോഴും ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുക. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അതനുസരിച്ച് പോവുക. അതുപോലെ തന്നെ ആളുകള് ഇതിന്റെ തത്വങ്ങളെ പല രീതിയിലൊക്കെ നിർവചിക്കുന്നു. പണ്ടുള്ള നമ്മുടെ ആ ന്യായീകരണം അല്ലെങ്കിൽ യുക്തിപരമായിട്ടുള്ള വാദഗതികളുടെ ഒരു ഭാഗമാണ് പാരമ്പര്യങ്ങൾ കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും പടികൾ വ്യക്തികൾക്ക് വേണ്ടി, അങ്ങനെ ഒരു വേർതിരിവുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അതിൻ്റെ അകത്ത് നമ്മുടെ എല്ലാ തത്വങ്ങളും നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളിലും അതിൻ്റെ അകത്ത് പാലിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പടികൾ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും നമുക്ക് അതിൻ്റെ അകത്ത് ഈ പടികളിൽ പലതും നമുക്ക് അതിൻ്റെ അകത്ത് പ്രാവർത്തികമാക്കേണ്ടതുള്ള, അല്ലെങ്കിൽ പാലിക്കാൻ കഴിയുന്നുണ്ട്. പാരമ്പര്യങ്ങളുമുണ്ട്, മറ്റു തത്വങ്ങളുമുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമ്മളത് ബോധ്യപ്പെടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇതൊന്നും
വെള്ളം ചിറയ്ക്കുകയോ നമ്മുടേതായ രീതിയിലാക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാതെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ഇരട്ട വ്യക്തിത്വത്തിൽ നിന്ന് മോചിതരാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീണ്ടും വീണ്ടും പറയാണ്ടി വരുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് എത്രമാത്രം സത്യസന്ധത പാലിക്കുന്നു, ആ വലിയ ശക്തിയിലുള്ള ഒരു വിശ്വാസം എത്രമാത്രമുണ്ട് എന്നതിനെ ബേസ് ചെയ്തിരിക്കും നമ്മളിലെ ഇരട്ട വ്യക്തിത്വത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. ഇനി ഈ പ്രത്യേകിച്ച് നമ്മളതിൻ്റെ അകത്ത് ഒരു കാര്യം, നമ്മൾ നാലാമ്പടിയൊക്കെ ചെയ്യുമ്പോൾ നാലാമ്പടിയിലേക്ക് ഇപ്പൊ ഒരു സ്പോൺസറെ കണ്ടെത്തും. ആളുകൾ ഇപ്പം പല രീതിയിലുള്ള രീതിക്കാരാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്പോൺസറെ കണ്ടെത്തുക, ഇതൊരു പടികൾ ചെയ്യുക, അല്ലെങ്കിൽ ഇതെല്ലാം ഏറ്റുപറയുക, ദൈവത്തോട് മൂന്നാമതൊരു വ്യക്തിയോട് ഏറ്റുപറയുക, ഇതൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ആളായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പലപ്പോഴും ബഹുഭൂരിപക്ഷം ആളുകളും ചിന്തിച്ചു പോകുന്നുണ്ട്. അവിടെയൊക്കെ ഇതിൻ്റെ അകത്ത് ചെയ്യാൻ ഞാൻ ആദ്യ കാലത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് ഓടി വന്നേച്ച് ഇതിൽ ഏതെങ്കിലും ഇത് പടികളിലേക്കൊക്കെ ഒന്ന് സഞ്ചരിക്കാൻ തീരുമാനിച്ചില്ലായിരുന്നു. പക്ഷെ ഇതിലൂടെയൊക്കെ ഉള്ള എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം ഒരു വിലയിരുത്തൽ നടത്തി അതിനനുസരിച്ചുള്ള തിരുത്തലുകൾക്ക് വിധേയനായില്ല എങ്കിൽ നിലനിൽക്കാൻ പറ്റിയാലെന്നും വീണ്ടും കുടിയിലേക്ക് പോകും എന്നുള്ളത് മാത്രമല്ല, അതിനേക്കാൾ ദുരിതമായിരിക്കും, അല്ലെങ്കിൽ മുൻപ് അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ ദുരിതമായിരിക്കും ഇനിയുള്ള കാലം വരാൻ പോകുന്നത് എന്നുള്ളൊരു ബോധ്യപ്പെടലിനാണ് അങ്ങനെ ചിന്തിച്ചത്. അപ്പൊ ഇവിടെ നമ്മളോട് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ശരിയായ ഒരു വിലയിരുത്തൽ, അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഇതിന്റെ ഈ ലിറ്ററേച്ചറുകളൊക്കെ ഇതിൻ്റെ അകത്ത് വെച്ചുകൊണ്ടുള്ള ആ നാലാമ്പടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജന്മവാസനകൾ അല്ലെ സ്വഭാവ ദൂഷ്യങ്ങളെ ഒക്കെ കുറിച്ചൊക്കെ നമുക്കൊന്ന് കൃത്യമായിട്ടും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടേതായ ഫെലോഷിപ്പ് ഒരു നമ്മുടെ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരാളുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പോകുമ്പോഴാണ് അത് കൂടുതൽ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വേണ്ട, ഒരു സ്പോൺസറെയും നമ്മൾ ഇതിനകത്ത് കണ്ടെത്താൻ നമുക്ക് മടിയുണ്ട്, അതിന് നമ്മൾ അറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട. നമ്മളെ സ്വയം നമ്മൾക്ക് തന്നെ ഒന്ന് കണ്ടെത്തുക എന്നുള്ള ആ ഒരു വലിയ ഒരു യാഥാർത്ഥ്യം, അത് വളരെ സിമ്പിളാണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോഴും കുടിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ നമ്മളിപ്പോൾ ഇന്റർനാഷണൽ കാര്യങ്ങളുടെ പുറകെ നിന്ന് വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ നിന്നിട്ടുള്ള ആളുകളാണ്. ഞാനും അങ്ങനെ തന്നെയൊക്കെ തന്നെയായിരുന്നു. AI വന്നതിന് ശേഷവും ആദ്യ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിലൊന്നും വലിയ കാര്യമില്ല. ഈ വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ നിൽക്കുമ്പോഴല്ല ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമാകുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊരു അടുക്കും ചിട്ടയോടെയൊക്കെ കൂടി ചെയ്യുമ്പോഴാണ് ഈ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ. അതിൽ ഇതിൻ്റെ അകത്ത് തന്നെ പലപ്പോഴും സ്വാധീനിച്ച ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പൊ ഈ സത്യനന്ദിക്കാടിന്റെ വിനോദയാത്ര എന്ന് പറയുന്ന സിനിമയിൽ മീര ജാസ്മിന്റെ കഥാപാത്രം ദിലീപിന്റെ കഥാപാത്രത്തോട് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മൾ അമേരിക്ക അതിൻ്റെ അകത്ത് അവിടെ എത്രമാത്രം അണുബോംബ് വർഷിച്ചു, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ അങ്ങനെ എത്രമാത്രം സംഭവങ്ങൾ നടന്നു എന്നുള്ളതല്ല, ഒരു പാക്കറ്റ് ഉപ്പിന്റെ അല്ലെ ഒരു യൂണിറ്റ് കറണ്ടിന്റെ അല്ലെങ്കിൽ ഒരു 100 ഗ്രാം വെളിച്ചെണ്ണയുടെ വില എന്താണെന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ അവൻ ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഇത്ര നിസ്സാരമെന്ന് നമ്മൾ കരുതിയിരുന്ന ഇത്രമാത്രം ചെറിയ കാര്യങ്ങളെ കുറിച്ച് പോലും നമുക്ക് യാതൊരു അറിവോ ബോധ്യവും ഇല്ലാതെയാണ് നമ്മുടെ ഈ ഇന്റർനാഷണൽ കാര്യങ്ങളുടെ പുറകെ എന്ന് തോന്നുന്നത്. ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും യാതൊരു അടിസ്ഥാനമില്ല എന്നും, ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നമുക്ക് നിസ്സാരമായിട്ട് തോന്നുമെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു അടുക്കും ചിട്ടയോട് കൂടി പ്രാവർത്തികമാക്കി തുടങ്ങുമ്പോഴാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നും മനസ്സിലാക്കാൻ അതിൻ്റെ അകത്ത് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഇരട്ട വ്യക്തിത്വമായിട്ടൊക്കെ എല്ലാം ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളായിട്ട് നിൽക്കാതെ നമ്മൾ അതിൻ്റെ അകത്ത് പരിഹാരത്തിൽ അതിന് ഈ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഇടതോ വലതോ ഇരിക്കുന്ന ആളുകൾ എന്തു ചെയ്തു എന്നുള്ളതല്ല ഇതിൻ്റെ അകത്ത് പ്രസക്തി, ഞാൻ എന്തു ചെയ്തു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. മറ്റുള്ളവർ ചെയ്തില്ല അതുകൊണ്ട് ഞാനും ചെയ്തേനെ, അതല്ലല്ലോ എൻ്റെ ജീവിതം. ഇടതോ വലതോ ഇരിക്കുന്നവന്റെ ആ ജീവിതം അല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം മാത്രമാണ്. അപ്പൊ എൻ്റെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് ഞാൻ മാത്രമാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ അങ്ങനെ തീരുമാനിക്കപ്പെടുന്നിടത്തു നിന്നാണ് ഞാൻ എന്നെ സ്വയം തിരിച്ചറിയുന്നത്. എന്നെ സ്വയം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്നെക്കുറിച്ചുള്ള സത്യസന്ധമായ വിലയിരുത്തൽ നടത്തുന്നത്. എന്നെക്കുറിച്ചുള്ള സത്യസന്ധമായ ഒരു വിലയിരുത്തലിൽ നിന്നാണ് എന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഭീമാകാരമായിട്ടുള്ള ഇരട്ട വ്യക്തിത്വത്തെ ഞാൻ തിരിച്ചറിയുന്നത്. ആ വ്യക്തിത്വം എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് അപകടകരമായ രീതിയിൽ ചെയ്യുന്നത് എന്നുള്ള ബോധ്യപ്പെടലിൽ നിന്നാണ് നമ്മൾ തിരുത്തലിനും അല്ലെങ്കിൽ മാറ്റത്തിനും വിധേയമാകുന്നത്. ആ ഒരു ഘട്ടം മുതലാണ്
നമ്മുടെ ഫെലോഷിപ്പ് പറയുന്ന രീതിയിലുള്ള ആ ഓൾട്ടേർഡ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാറിയ മനോഭാവം, മാറിയ ജീവിതം. കൂട്ടായ്മ പറയുന്നത് ഇതിലെത്തിക്കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന ജീവിതത്തെ നേരെ യൂട്ടേൺ എടുക്കാനാണ്. ഇനി യൂട്ടേൺ ഒന്നും പൂർണ്ണമായിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നതിന്, നമ്മുടെ സുബോധാവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ സന്തോഷത്തെയും സമാധാനത്തെയും പ്രശാന്തതയും തടസ്സപ്പെടുത്തുന്നതായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അവിടെയെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്താൻ നടത്തിയതിൽ വല്ല നമുക്ക് താല്പര്യമല്ല എങ്കിൽ പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് അതിൻ്റെ അകത്ത് എന്താണ് അർത്ഥം? ശരിക്കും വെറും ഒരു കുടിയിൽ നിന്ന് മാറി നിൽക്കും. ഇപ്പൊ ഇതിൻ്റെ അകത്ത് പുതിയ ആളുകളൊക്കെ ഉള്ളത് കൊണ്ട് പറയുന്ന നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ചു പോകാം. നമ്മുടെ ഫെലോഷിപ്പ് പറയുന്നുണ്ടല്ലോ, നമ്മുടെ കൂട്ടായ്മയിൽ എത്തിപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലപ്പെട്ട എന്തോ ഒന്നിൽ ഒന്ന് ചുരണ്ടി നോക്കിയിട്ട് മാത്രമേ ഉള്ളൂ. ശരിയായ അർത്ഥത്തിലുള്ള യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ വിലമതിക്കാനാവാത്തത് ആഴത്തിൽ കുഴിക്കുമ്പോഴാണ് നമ്മൾ കിട്ടുന്നത്. അങ്ങനെ എത്രമാത്രം ആഴത്തിൽ കുഴിക്കാൻ നമ്മൾ തയ്യാറാണോ അത്രമാത്രം വിലപ്പെട്ടതായിരിക്കും നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ഒരുപാട് ആഴത്തിൽ കുഴിക്കാൻ തയ്യാറില്ല അല്ലെ മനസ്സില്ലെങ്കിൽ പോലും വെറുതെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ ചുരണ്ടി നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള ആ പരിപാടി ചെയ്യാതെ ഇതിൻ്റെ ഉള്ളിൽ, പുറന്തോടിനുള്ളിൽ എന്താണെന്നുള്ളത് അല്പം ശക്തിയോടെയെങ്കിലും നമ്മളൊന്ന് മാന്തി നോക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാനും തിരുത്താനും നമുക്ക് അതിൻ്റെ അകത്ത് സാധിക്കും. അതിൽ എനിക്ക് എൻ്റെ അകത്ത് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ സത്യസന്ധതയില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരിക്കും നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും അനവസരത്തിലും ഒക്കെ യാതൊരു തരത്തിലുള്ള സത്യസന്ധതയില്ലാതെ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട് ശ്രമിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇന്ന് എത്തിയ ഒരാളാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു തുടക്കക്കാരനാണെന്ന് കരുതുക. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കേണ്ട കാര്യങ്ങൾ, അത് ഒരു തുടക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് മീറ്റിങ്ങുകൾ വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ ഈ മനസ്സിലാക്കുന്നതനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനും അല്ലെങ്കിൽ ജീവിതത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തിരുത്തലുകൾ വരുത്തുന്നതിനും അല്ലെങ്കിൽ പാലിക്കുന്നതിനും ഞാൻ ശ്രമിക്കുന്നു. ഞാനൊരു 10 വർഷം കഴിഞ്ഞിട്ട് ഒരു മീറ്റിങ്ങിൽ എത്തിയിട്ട് പറയുകയാണ്, ഏഴ് തത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ പാലിക്കുന്നതിന് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെയാണ് ആ സത്യസന്ധത ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഈ ശ്രമം എന്ന വാക്കിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും നമുക്ക് അതിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് നമുക്കത് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് ഒരു കുറേയെങ്കിലുമൊക്കെ നമ്മുടെ ഈ ശ്രമം നമ്മൾ അതിൻ്റെ അകത്ത് നടത്തി കഴിയുമ്പോൾ തന്നെ ഈ നമ്മുടെ ഈ വാഗ്ദാനങ്ങളിലൊക്കെ പറയുന്ന പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ജീവിതത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പം എന്തായാലും ഞാനത് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഒരു ഇരട്ട വ്യക്തിത്വം എന്നിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു, അതിനെ എങ്ങനെയൊക്കെയാണെന്ന് മാറ്റാൻ ശ്രമിച്ചത്, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു ശ്രമം എന്നല്ല, ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായിരുന്നില്ലായിരുന്നു എങ്കിൽ അത് എന്നെ എത്രമാത്രം ദോഷകരമായി ബാധിച്ചേനെ എന്നുള്ള കൃത്യമായ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെ ഇതെല്ലാ ആളുകളിലും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ തിരിച്ചറിഞ്ഞ് കൃത്യമായ നമ്മളെ തന്നെയുള്ള ഒരു വിലയിരുത്തലിലൂടെ ഈ തിരുത്തലുകൾക്ക് എല്ലാവർക്കും സാധ്യമാവണം എന്നുള്ള ഒരു പങ്കുവയ്ക്കൽ മാത്രമാണ് ഈ അവസരത്തിൽ ചെയ്യാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇത്തരത്തിലുള്ള ആ ഒരു അനുഭവം അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു. ഇരട്ട വ്യക്തിത്വം കുറച്ച് നേരത്തെ തീർന്നില്ല, ഒരുപാട് വലിച്ചു നീട്ടാനില്ല എന്ന് തോന്നി, അതുകൊണ്ടാണ്.